ഇദ്ദേഹത്തെ അറിയാമൊക്കെ എന്നെ അറിഞ്ഞതായിരിക്കും, പക്ഷെ ഇദ്ദേഹത്തിന് അറിയായിരിക്കും. ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ ആണ് ഈ വീഡിയോ. ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്തിട്ട് 1 മാസത്തിന് മുകളിലായി. പുള്ളി സ്റ്റിൽ ഈ കണ്ടീഷനാണെന്നാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിന്ന് എൻ്റെ 26ാമത്തെ ദിവസം ഞാൻ എൻ്റെ ഫസ്റ്റ് ചികിത്സയ്ക്കായിട്ട് HNSC വന്നേക്കാണ്. ഞാനപ്പം ഇൻഷുറൻസ് ആയിട്ട് പുള്ളിയെ കണ്ടുപറ്റിയ ജസ്റ്റ് കോയിൻസിഡൻസ് ആയിട്ട് കണ്ടാണ്. നിങ്ങളുടെ പേര്? എൻ്റെ പേര് ആരോമൽ എന്നാണ്. ഞാൻ താമസം ട്രിവാൻഡ്രത്താണ്, തിരുവനന്തപുരം. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ് മൂപ്പര്. അതിന് ശേഷം ഡെയിലി വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഞാൻ ഡെയിലി അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടിരുന്ന വഴി എൻ്റെ 2ാമത്തെ ദിവസത്തെ അപ്ഡേറ്റ് ആണ് ഈ സാധനം. പക്ഷേ ഇതൊരു എന്താ പറയുക, മോശം രീതിയിൽ ചിത്രീകരിക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയതുകൊണ്ട് ഈ 10 രൂപയ്ക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും എന്നുള്ള രീതിയിലാണ് ഈ സാധനം വൈറലായിക്കൊണ്ട് നിൽക്കുന്നത്. തികച്ചും വ്യാജ വാർത്തയാണ്. ഈ സ്വെല്ലിംഗ് എന്ന് പറയുന്നത് ഉള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. മൂപ്പരെ ഈ വീഡിയോ മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് മൂപ്പര് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ കറക്റ്റ് അതിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ഡെയിലി അപ്ഡേറ്റ്, പക്ഷെ അതൊന്നും വൈറലാവില്ല. വൈറലാക്കേണ്ട കാര്യമില്ല. ഇത് വൈറലായതാവൂല, ഇത് വൈറലാക്കിയെടുത്താണ്. കാര്യം 10 രൂപയ്ക്ക് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന ഔട്ട് ഇങ്ങനെയാണ്, ഇങ്ങനെ ആയി പോവും എന്നുള്ള രീതിയിൽ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിലെ ചില ആൾക്കാർ തന്നെയാണ്. ആരെന്നും പറയാതെ നിങ്ങൾക്ക് അറിയായിരിക്കും. ശരിക്കും നമുക്ക് എത്ര ദിവസം, 3 ദിവസം 4 ദിവസം കൊണ്ട് സെല്ലിംഗ് പോയി? എനിക്ക് 5ാമത്തെ ദിവസം, അത് എന്റെ വീഡിയോയിലുണ്ട്. 5ാമത്തെ ദിവസം ഫുള്ള് പോയി. ഇങ്ങോട്ട് കുറച്ച് ഈ ഭാഗത്ത് കുറച്ചായി. കണ്ണിന്റെ സ്വെല്ലിംഗ് 2-3 ദിവസം കണ്ണിന്റെ ഫുള്ള് മാറി. പിന്നെ എനിക്ക് ഇത്രയും വരാൻ ഉണ്ടായ കാരണം പോലും എനിക്ക് ഇതുവരെ ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഗ്രാഫ്റ്റ്. സോ എനിക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റിയില്ല. ഒരു നെക്ക് പില്ലോ വാങ്ങിയിരുന്നെങ്കിൽ ഇങ്ങനെ കിടക്കായിരുന്നു. പക്ഷെ നെക്ക് പില്ലോ വാങ്ങിയില്ല. ആനയെ വാങ്ങി തോട്ട വാങ്ങിയില്ല എന്ന അവസ്ഥ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ കിടന്നത് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് നോർമലി ഗ്രാവിറ്റി ഫ്രണ്ടിലോട്ടല്ലേ, സോ ഇങ്ങോട്ട് മാക്സിമം വന്നു എന്നുള്ളതാണ്. 90% ആൾക്കാർക്ക് ഇത് വരുന്നുണ്ട്. അത് പല രീതിയിലാണ്. ചിലർക്ക് ഫ്രണ്ടിലേക്ക് വരും, ചിലർക്ക് സൈഡിലേക്ക് ചെരിഞ്ഞെടുക്കുമ്പോൾ സൈഡിലേക്ക് വരും. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ 30 രൂപയ്ക്കോ അല്ലെങ്കിൽ 50 രൂപയ്ക്കോ ഗ്രാഫ്റ്റ് വെച്ചാലും നിങ്ങൾക്ക് സ്വെല്ലിംഗ് വരൂല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ ഒരു കാര്യമില്ല. പിന്നെ ഈ സെല്ലിംഗ് തന്നെ ചിലവർ ടാപ്പ് ചെയ്യും. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിംഗ് വരും. പക്ഷെ അതുകൊണ്ട് എന്താ വെച്ചാൽ തലക്ക് നല്ല കനം വരും. അതുകൊണ്ടാണ് ഇവിടുന്ന് എനിക്ക് HNSC ആർക്കും ടാപ്പ് ഒട്ടിക്കുന്നില്ല. കാര്യം സ്വെല്ലിംഗ് നീറ്റ് ആയിട്ട് വന്ന് പോകണം. അതായത് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് അത് ഡൗൺ പോകാൻ പറ്റുമോ അത്ര നന്നായിട്ട് പോവാ. നിങ്ങൾ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുന്ന ടൈമിൽ ഇങ്ങോട്ട് വരില്ല. പക്ഷെ ഈ ഭാഗത്ത് ഒത്തിരി നാൾ അങ്ങനെ നിൽക്കും സ്വെല്ലിംഗ് നിൽക്കും. ചെയ്ത 3 പേരുണ്ട്. അപ്പൊ അവർക്ക് 3 പേർക്കും ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ അവർക്ക് ബാക്ക് വെച്ച് കിടക്കാൻ പ്രശ്നം. എനിക്ക് ഡോണർ ഏരിയ വെച്ച് കിടക്കുന്ന ബുദ്ധിമുട്ടല്ല. ഗ്രാഫ്റ്റ് ഇതുവരെ വെച്ചിരുന്നോണ്ട് ചിലപ്പോൾ അതിനൊരു ഡാമേജ്. ഞാൻ മാക്സിമം ഗ്രാഫ്റ്റ് സേവ് ആക്കാൻ ഇങ്ങനെ കിടന്നത്. 1 വീക്ക് എന്തായാലും ശ്രദ്ധിക്കണം. അപ്പൊ എന്റെ കൂടെ ചെയ്ത ബാക്കി 3 പേർക്കും ഇത്രയും സ്വെല്ലിംഗ് ഇല്ല. ഇത് തീർത്തും വ്യാജമായിട്ടുള്ള വാർത്തയാണ്. ഇത് സ്ക്രീൻഷോട്ട് അല്ല, പ്രചരിപ്പിക്കരുത്. ഇത് വീഡിയോ തന്നെയാണ്. അപ്പം ഇത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ മാക്സിമം, അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ആരും പോയി 10 രൂപയ്ക്ക് ചെയ്യണ്ട, നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നിടത്ത് പോയി ഇത്ര രൂപയ്ക്ക് ചെയ്താൽ മതി, എന്നാൽ നിങ്ങൾക്ക് സൂപ്പർ ആയിരിക്കും എന്ന് പറയാൻ ആൾക്കാർ പ്രചരിപ്പിച്ച വീഡിയോ ആയിരിക്കണം ആ സെക്കൻഡ് ഡേ സ്വെല്ലിംഗ്. സോ അത് ആരും കണ്ട് ആരും പാനിക് ആവാതെ